സെയ്ഫ് അലി ഖാൻ ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ ഒരാളെ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. മധ്യപ്രദേശിൽ നിന്നാണ് കസ്റ്റഡിയിലെടുത്തത്. വിവരങ്ങളുമായി അനൂപ് ദാസ് ചേരുന്നുണ്ട്. അനൂപ്, കഴിഞ്ഞ ദിവസം ഒരാളെ കസ്റ്റഡിയിലെടുത്തിരുന്നു, പക്ഷേ അയാൾ പ്രതിയല്ല എന്ന് അറിഞ്ഞിരുന്നു. ഇപ്പോൾ ആരെയാണ് കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്? എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? മധ്യപ്രദേശിൽ നിന്നൊരു യുവാവിനെ കസ്റ്റഡിയിലെടുത്തു എന്ന വിവരം മാത്രമാണ് മുംബൈ പോലീസ് പുറത്തുവിട്ടിട്ടുള്ളത്. ഇയാളുടെ പേരെന്ത് എന്നോ ഈ കേസുമായുള്ള ബന്ധം എന്ത് എന്നോ വ്യക്തമാക്കിയിട്ടില്ല. അതായത് സെയ്ഫ് അലി ഖാനെ ആക്രമിച്ചയാൾ തന്നെയാണോ കസ്റ്റഡിയിലായത് എന്ന വിവരം പോലീസ് സ്ഥിരീകരിച്ചിട്ടില്ല. എന്തായാലും ഇപ്പോൾ കസ്റ്റഡിയിലായ മധ്യപ്രദേശിൽ നിന്നുള്ള യുവാവിനെ മുംബൈയിലേക്ക് കൊണ്ടുവന്ന് വിശദമായ ചോദ്യം ചെയ്തതിനു ശേഷമായിരിക്കും മറ്റു വിവരങ്ങൾ മുംബൈ പോലീസ് പുറത്തുവിടുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. നേരത്തെ തന്നെ 20 പ്രത്യേക സംഘങ്ങളെ രൂപീകരിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണമാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുംബൈ പോലീസ് നടത്തുന്നത്. 10 ക്രൈംബ്രാഞ്ച് സംഘമാണ്. ഇവർ ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബാന്ദ്ര മേഖലയിലെ മുംബൈയിലെ മറ്റു പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനുകളെ എല്ലാം CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചിരുന്നു. ആ CCTV ദൃശ്യങ്ങളിൽ നിന്ന് ലഭിച്ച സൂചനകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം മധ്യപ്രദേശിലെത്തിയത് എന്നതാണ് വിവരം. എന്തായാലും പ്രതിയെന്ന് സംശയിക്കുന്ന ആളുമായി ഉടൻ തന്നെ മുംബൈ പോലീസ് സംഘം മുംബൈയിലേക്ക് എത്തും. അതിനുശേഷമാവും കൂടുതൽ വിവരങ്ങൾ ലഭ്യമാവുക. സെയ്ഫ് അലി ഖാന്റെ ആരോഗ്യാവസ്ഥയെക്കുറിച്ച് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ്? തീവ്രപരിചരണ വിഭാഗത്തിൽ നിന്ന് മാറ്റാറായോ അനൂപ്? ആരോഗ്യനില ഇപ്പോൾ മെച്ചപ്പെടുന്നു എന്ന വിവരമാണ് ഡോക്ടർമാർ നൽകുന്നത്. അപകടനില ഇന്നലെ തന്നെ തരണം ചെയ്തിരുന്നു എന്ന് ഡോക്ടർമാർ പറഞ്ഞതാണ്. അതിനുശേഷം വളരെ വേഗത്തിൽ തന്നെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുന്നുണ്ട് എന്ന വിവരം ലീലാവതി ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്നു. അതായത് ആശങ്കപ്പെടേണ്ടുന്ന സാഹചര്യം അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയിൽ ഇപ്പോഴില്ല. ഏതാണ്ട് ഒരാഴ്ചക്കകം തന്നെ ആശുപത്രി വിടാൻ കഴിയും. 6 മുറിവുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട മുറിവ് നട്ടലിന് സമീപത്തുള്ളതായിരുന്നു. അവിടെ നിന്ന് ഏതാണ്ട് 2.5 ഇഞ്ച് താഴേക്ക് ഇറങ്ങിപ്പോയ നിലയിൽ കത്തിയുടെ ഒരു ഭാഗം പുറത്തെടുക്കുകയും ചെയ്തു. എന്തായാലും ആ പരിക്ക് ഉൾപ്പെടെ ഗുരുതരമല്ല. അത് അധികം വൈകാതെ തന്നെ ആശുപത്രി വിടാൻ കഴിയും, ഏതാണ്ട് ഒരാഴ്ചക്കകം വിടാൻ കഴിയുമെന്ന നിലയിലാണ് ഇപ്പോൾ കാര്യങ്ങളുള്ളത്. ശരി അനൂപ്.